പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേരിടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വായിക്കണത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിവേചനം, ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഴുവൻ പ്രശ്നം എന്താണെന്നറിയാമോ? ഡിസേൺമെൻറ്റിൻ്റെ വയറ് വിട്ടിരിക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് ഒരു സാധനം അത് നല്ലതാണോ ചീത്തയാണോ, അതിനാ ഡിസേൺമെൻറ്റ്. വിവേചനം എന്ന് പറയും. വിവേചനം വരവാ. ഇപ്പോൾ ചെറുക്കന് ജോലിയുണ്ട്, ചെറുക്കന് PR ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചില അമ്മമാർ, അപ്പോൾ ചില മക്കൾ പറയും എനിക്കും പോകാം ജർമ്മനിയിൽ, എനിക്കും പോകാൻ ന്യൂസിലൻഡിൽ എന്ന് പറയും. അവിടെ ചെല്ലുമ്പോഴേക്കും ചെറുക്കന് 2 ഭാര്യ ഉണ്ടാകണത്, തീർന്നില്ല പരിപാടി. നീ ചിലപ്പോൾ അവൻ്റെ വിസയിലേക്ക് നീ പോകണത്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അതിനാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഈ കണ്ട പണിയെല്ലാം ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന വിവേചനം വരെ ഇല്ലാത്തത് കൊണ്ടാണ്. നല്ലതാണോ ചീത്തയാണോ, ഇനി ജഡികമാണോ ആത്മീയമാണോ ദൈവികമാണോ പൈശാചികമാണോ, അപ്പം ഇങ്ങനെ ഓരോ വിഷയം കർത്താവ് പറഞ്ഞത് എല്ലാം നല്ലതാണ്, എല്ലാം പ്രയോജനകരമല്ല. 1 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. അതാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ ആത്മീയമായി നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ശരിയായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല ലോങ് ടൈം. അപ്പോൾ അതെപ്പോഴും അത് ഭയങ്കര പാടാണ്. ഈ വെള്ളപ്പൊക്ക കാലം വരണ പോലെ ഇരിക്കും അത്. ഈ വെള്ളപ്പൊക്ക കാലം വരുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കര ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മൊത്തം കായലായിട്ട് കിടക്കും. അതിനകത്ത് ഒത്തിരി കരയുണ്ടാവും. ഇപ്പോൾ ചില വെള്ളപ്പൊക്ക കാലത്ത് പാലം മുങ്ങിപ്പോയിട്ട് പുഴയും പാലവും അറിയാൻ പാല കിടന്നിട്ട് പാലത്തെ പോയി നിശ്ചയമുള്ള ആൾക്കാരെ പാലത്തെ കൂടി കയറി വന്നിട്ട് മറ്റുള്ളവർ വഴിതെളിക്കണില്ല. അപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത പറ്റാത്ത അവസ്ഥയാണ് വിവേചനപരം ആവശ്യമായി വരണത്. ഇരിക്കണത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ ഉള്ള വരവാണ്. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നതാണ് നമുക്കതിലൂടെ. അത് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗം ഇപ്പോൾ കൃപാസനത്തൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ചിലർക്ക് മനോരോഗികളാണ്, പക്ഷേ പറഞ്ഞുകൊണ്ട് വരുന്നത് പിശാചെന്ന് പറഞ്ഞല്ല വരുന്നത്. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മനോരോഗത്തിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയും. അതിൻ്റെ കാര്യം എന്താ, നമുക്കറിയാം അത് പിശാചല്ല. ഇവിടെ പിശാചിൻ്റെ വൈകൃതങ്ങൾ കാണിക്കും, പക്ഷേ മാനസിക രോഗമായിരിക്കും അത് കാണിക്കണത്. അപ്പോൾ ചില മാനസിക രോഗം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പൈശാചികമായിരിക്കും. ഞാൻ പണ്ടൊരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ഇതുപോലെ വൈകൃതം കാണിച്ച് 4-5 പേര് കൂടി അയാളെ പിടിച്ച് മണ്ണിൽ പൊത്തി, അയാൾ ഭയങ്കര ഉദ്ദണ്ഡനായത് കാരണം ഭീമനെ പോലെ ഇരിക്കുന്ന അയാളുടെ പുറത്ത് കയറിയെന്നാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാനസികരോഗമല്ല, അത് പിശാചാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire fingers soak with the precious blood, Lord infuse his spirit, that with his power, devils, legions, Satan, set us, may creation be dispelled and torn off in the name of Jesus. In the name of Jesus പറഞ്ഞതോടുകൂടി ഇവരങ്ങ് ചൊട്ടിപ്പോയി. അപ്പം കർത്താവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും മുട്ട നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു 2-3 പേരാണ് എൻ്റെ മുതുകത്ത് കയറിയിരുന്നത്, ബാക്കി കൂടെ വന്ന് എല്ലാവരും മുട്ട നിൽക്കുകയായിരുന്നു ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞപ്പോൾ ബലൂന് സൂചി കുത്തിയ പോലെ ഇവൻ ചൊട്ടിപ്പോയി. അപ്പോഴാണ് ഞാൻ മുട്ട ചെയ്യുന്നത്. എന്താണെന്നറിയാമോ, നെയിം ഓഫ് ജീസസ് ഭയങ്കര സംഭവമാണ്. പക്ഷെ പട്ടം കിട്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ദൈവം തന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിവേചനമാണ് പറയുന്നത്. വിവേചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. രമ്യ,
ഞാൻ വരുന്നത് ജീസസ് ബാപ്റ്റിസം ചർച്ച് തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ നിൽക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വിദേശത്തൊരു ജോലി റെഡിയായതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 2 വർഷം മുമ്പ് ആദ്യമേ തൊട്ട് പ്രോസസ്സിങ് തുടങ്ങിയതാണ്. ആദ്യം നെതർലാൻഡ് വെച്ചിരുന്നു, അത് റെഡിയായി, അത് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിൽ പിന്നെ നമ്മൾ ഇറ്റലിക്ക് വെച്ചു. ഇറ്റലിയുടെ വെച്ച സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ അതിൻ്റെ VFS കാര്യങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂർ പോവുകയും അങ്ങനെ വിസിറ്റിംഗ് വിസയ്ക്കായിരുന്നു. കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ. പക്ഷേ സാധാരണ ആളുകളുടെ വരുന്നതിനേലും കുറേ താമസിച്ചാണ് എൻ്റെ പാസ്പോർട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു രമ്യക്ക് വിസ അടിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ പാസ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് റിജക്ഷനായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇത് റിജക്ഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ബാംഗ്ലൂരൊക്കെ വിട്ടേന്ന് ചോദിച്ചു. മറുപടി അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വീണ്ടും വർക്ക് വിസയുടെ ഇതിന് തന്നെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ മാസം ഒരു നിയമം ഇറ്റലിയിൽ വന്നു എന്ന് പറഞ്ഞു. വിസിറ്റിംഗ് വിസയ്ക്ക് ചെല്ലുന്ന ആളുകൾ 6 മാസം കഴിയുമ്പം റിട്ടേൺ പോകണം, അവർക്ക് വർക്ക് വിസ ചെയ്തു കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്കത് റെഡിയായി ഞാൻ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ മുടക്കി പോയിരുന്നെങ്കിൽ എൻ്റെ പൈസയും പോകും, എനിക്ക് ജോലിയും ഉണ്ടാവില്ലായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അമ്മ അത് റിജക്ഷനാക്കി എന്നെ ഇവിടെ നിർത്തിയത്. അതിനുശേഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ വർക്ക് വിസയ്ക്കാണെങ്കിൽ ഒരുപാട് പൈസ വേണം, ഇനി എനിക്ക് മെറിറ്റില്ല. ഞാൻ നേരത്തെ സാക്ഷ്യത്തിലും പറഞ്ഞിട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ദ ഗോഡ്, താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയും. അമ്മയ്ക്കറിയാത്ത ഒരു വിഷയങ്ങളും എനിക്കില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായത് എന്താണോ അതെനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ പറയാറുള്ളത് അമ്മയോട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗദിയിലേക്കുള്ള ഒരു ജോലിയുടെ കാര്യം വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ VFSൻ്റെ ഡേറ്റ് വന്ന സമയത്ത് അതിൻ്റെ തിങ്കളാഴ്ച എനിക്ക് ചൊവ്വാഴ്ച ഡേറ്റ് വന്നു. അപ്പം അതിൻ്റെ ഞായറാഴ്ച എനിക്ക് ഇടവകപ്പള്ളിയിൽ വെച്ച് അച്ഛനെ കാണാനായിട്ട് ഭാഗ്യമുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. ആ VFS ഓഫീസിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ. അപ്പോൾ അച്ഛൻ അന്ന് അവിടെ യാദൃശ്ചികമായി വന്നതാണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ VFSന് പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് ജപമാല എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പ്, ഈ ഉപ്പ്, തേന്, തൈലം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉപ്പും തേനും ഈ വെഞ്ചരിൻ്റെ ഉടമ്പടി തൈലവും അത് തൊട്ട് പ്രാർത്ഥിക്കാതെ ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ഒരു ഞാനല്ല ഇപ്പോൾ ഉള്ളത്. കാരണം 3 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബാക്കി ദൈവം ചെയ്തോളൂ, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് അച്ഛന് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്താണ് ഞാൻ 2022 ഏപ്രിലിൽ ഇവിടെ വന്ന്, ഇതെൻ്റെ ഏട്ടത്തിയമ്മയാണ്, ഞാനും ഏട്ടത്തിയമ്മയും കൂടി വന്നാണ് ഇവിടെ ഇരുന്ന് ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് എൻ്റെ മാതാവ്, കുഞ്ഞിലേ തൊട്ട് എൻ്റെ മാതാവിനോട് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഒരു യാക്കോബ ഇതിൽ ജനിച്ച ഒരാളാണ് ഞാനെങ്കിലും എനിക്കൊരു അറിവ് കിട്ടിയ പ്രായം തൊട്ടിട്ട് ജപമാല ചൊല്ലാനും മാതാവിനെ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഈ കൃപാസനത്തിൽ 10-17 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അമ്മേനോട് എന്തോ ഒരു ഭയങ്കര ആകർഷണമാണ്. ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞാൻ അമ്മയുടെ അടുത്ത് പോകാമെന്ന് പറയുമ്പം ചിലരെന്നോട് ചോദിക്കും വീട്ടിൽ പോവുകയാണോ എന്ന്. ഞാൻ പറയും അതെ, എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് പറയും. ഞാനിവിടെ വന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരിക്കും, മാസ്ക് വെച്ചിരുന്നിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. അതായത് ആരും കാണാതിരിക്കാൻ എൻ്റെ അമ്മ മാത്രം കണ്ടാൽ മതിയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ ഈ വിദേശ ജോലിയൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. എനിക്ക് അമ്മ ഉടമ്പടി നിയോഗത്തിലൂടെ ഒരു ഭവനം തന്നിരുന്നു. അന്ന് എനിക്കൊരു നല്ല സാലറി ഉള്ള ജോലി ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, അതായത് ഞാൻ എൻ്റെ മെറിറ്റിൽ നിന്നപ്പോഴാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് ലോണ് കാര്യങ്ങൾ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ലോണ്
അന്ന് ഞാനിവിടെ ഒരു സാക്ഷി പറഞ്ഞിരുന്നു, ലോണ് മുടങ്ങിയ സമയത്ത് ബാങ്കുകാർ വന്നതിന് ശേഷം അച്ഛൻ എനിക്കൊരു വെഞ്ചരിച്ച കാശുരൂപം തന്നിരുന്നു. ആ കാശുരൂപം ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കുകയും വെഞ്ചരിച്ച ഉപ്പ് വീടിന് ചുറ്റും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസപ്രമാണം ചൊല്ലി ആ വീടിന് ചുറ്റും ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കേട്ടാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഈ 2.5 വർഷം എങ്ങനെയാണ് ഞങ്ങളുടെ ലോണും കാര്യങ്ങളും അടഞ്ഞു പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. കാരണം അത്രവിധ അത്ഭുതകരമായിട്ട് ഓരോ വ്യക്തികളെ ദൈവം ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയായിരുന്നു. 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ലോൺ അടയ്ക്കണം, 8-ാം തീയതി വരെയും ചിലപ്പോൾ ഒരു മാർഗവും ഉണ്ടാവില്ല. പക്ഷേ അമ്മയോട് ഞാൻ പറയും, അമ്മേ എന്നെ നാണം കെടുത്തരുത്, എൻ്റെ അമ്മ എനിക്കൊരു മാർഗം കാണിക്കണം എന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോൾ, അന്ന് ഉച്ച സമയമാണെങ്കിൽ ചിലപ്പോൾ അന്നായിരിക്കും ആ സമയത്ത് ഒരു വഴി. അതിന് എൻ്റെ ഏട്ടത്തിയമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല വ്യക്തികൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോലും സാധ്യതയില്ലാത്ത വ്യക്തികളിലൂടെയൊക്കെയാണ് അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അമ്മ ഞാൻ എവിടെ പോയാലും ഞാൻ ഇറങ്ങാൻ നേരത്ത് പറയും, അമ്മേ ഈശോനെയും കൂടി കൂട്ടി എൻ്റെ കൂടെ വന്നേക്കണം. ഒരു ബസ്സിൽ കയറിയാലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്താലും ഒക്കെ ഒരു സ്പേസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇടും. അങ്ങനെ ബസ്സിലൊക്കെ വെച്ച് എനിക്ക് അമ്മയുടെ സാന്നിധ്യം വേറെ ആളുകളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് അമ്മ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പം എൻ്റെ മുറിയിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് എനിക്കറിയാം, സുഗന്ധാഭിഷേകം പ്രാർത്ഥിക്കുന്ന തിരിയിൽ അമ്മ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ജോലി തടസ്സങ്ങൾ നേരിടുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചും കൂടിയൊക്കെ റെഡിയാകാനുണ്ട്, അത് റെഡിയായി കഴിയുമ്പോൾ എനിക്ക് തരും. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളും എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ പല സാഹചര്യങ്ങൾ, എൻ്റെ മോള് നേഴ്സിംഗ് പഠിക്കുവാണ്, മോൾക്ക് 1 രൂപ ലോണ് പോലും കിട്ടിയില്ല. 10 ലക്ഷം രൂപയാണ് അവളുടെ നേഴ്സിംഗ് ഫീസ് എന്ന് പറയുന്നത്. 3-ാമത്തെ വർഷമാണ് എൻ്റെ മോള് പഠിക്കുന്നത്. ഈ 3 വർഷവും ലോണില്ലാതെയാണ് ഫീസ് അടച്ചിരിക്കുന്നത്. എല്ലാവരും ചോദിക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചത്. ചിലർ പറയുന്നുണ്ട് ആരോ അവരെ സഹായിക്കുന്നുണ്ട്, ആരോ അവർക്ക് രഹസ്യത്തിൽ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. അതെ, ശരിയാണ്. എനിക്ക് രഹസ്യത്തിൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞിട്ടാണ് എനിക്ക് സഹായങ്ങൾ വാങ്ങിച്ചു തരുന്നത്. എനിക്കത് പറയുമ്പോൾ ഞാൻ വികാരമായി പോകുമെന്ന് എനിക്കറിയില്ല. പല സാഹചര്യങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെടുത്തലിൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലെല്ലാം ഓരോ മനുഷ്യർ ഇടപെട്ടപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അമ്മ അതിനകത്ത് ഒരാളെ നിയോഗിക്കും. ആ ആൾ വഴി ആ സത്യങ്ങളെല്ലാം പുറത്തു വരും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കുമെന്ന് കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാനിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത്രയേറെ വിഷമിച്ചെങ്കിലും ഇത്രയേറെ ബാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴും എനിക്കൊരു രോഗം വന്നപ്പോഴും, അത് ഞാൻ പറഞ്ഞ സാക്ഷ്യമാണ്, എപ്പോഴും അമ്മ എൻ്റെ കൂടെ. എനിക്കറിയില്ല ഇത്രയേറെ അമ്മ എന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന് ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്. കാരണം ഭൂമിയിൽ ആരുമില്ലാത്തവർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക്, ദുരന്തങ്ങൾ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുമ്പോൾ നിങ്ങളാരും ഭയപ്പെടേണ്ട, ഈ അമ്മയെ നോക്കുക. അമ്മ പറയുന്ന എന്താണോ അമ്മ പറഞ്ഞത് അതുപോലെ, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നമായിരുന്നാലും അത് മനുഷ്യർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. മനുഷ്യരിൽ ആശ്രയിക്കരുത്, രക്ഷ തരാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മനുഷ്യരെ വിശ്വസിക്കരുത്, അവർ അവസാന നിമിഷം നമ്മളെ ചതിക്കും. പക്ഷെ അമ്മ നല്ല വഴിയാണെങ്കിൽ സമയമെടുത്താണേലും നമ്മളെ നടത്തുമെന്നുള്ളൂ എന്നോടൊരു വലിയ സാക്ഷിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ സംഭവങ്ങൾ ഞാൻ വളരെ ശാന്തമായ അമ്മയ്ക്കും ഈശോയ്ക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിവില്ല, എൻ്റെ കൂടെയുള്ള ആർക്കും ഇനി എന്നെ സഹായിക്കാൻ സാധിക്കില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസം ഞാനിവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ ലൈനിൽ നിന്നപ്പോഴും വച്ചപ്പോഴും എല്ലാം ഞാനിവിടെ നിന്ന് ചൊല്ലി, അച്ഛൻ പറയുന്ന പോലെ വിശ്വാസ പ്രമാണം വായ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ചൊല്ലേണ്ടതെന്ന്. അന്ന് ഞാൻ ചൊല്ലിയ വിശ്വാസ പ്രമാണത്തിന് കണക്കില്ലായിരുന്നു ഇവിടെ നിന്ന്. അന്ന് ഒരിക്കലും ചെയ്യാത്തത്രയും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ എവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ അവിടെ വന്നതെന്നൊന്ന് നോക്കും, അമ്മേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, പോകാൻ നേരത്ത് ഞാൻ പറയും, അമ്മേ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ വരുമ്പോഴേക്കും എന്നെ കാത്തേക്കണം എന്ന് പറയും.
അമ്മ അത് അതേപോലെ തന്നെ ഒരു ചതിയിലോ വഞ്ചനയിലോ ഒന്നും വീഴിക്കാതെ നമ്മളുടേതായ തെറ്റുകൊണ്ട് എന്ത് സംഭവിച്ചാലും അമ്മ അതിൽ നിന്നെല്ലാം കറക്കി നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ആരൊക്കെ നമ്മൾ ഉപദ്രവിക്കാനിരുന്നാലും അമ്മ ഒരിക്കലും, അത് ഉടമ്പടിയുടെ സംരക്ഷണമാണ്. അതിനകത്ത് അച്ഛൻ ഇന്ന് രാവിലെ ഡെയിലി ബ്രെഡിലും പറഞ്ഞത് അതാണ്, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, ആ പാതി ഇല്ലാത്തവർക്കും വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഇതൊരു മാർഗവും ഇല്ലാത്തവർക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം, ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ മന്ന തന്നെയാണ്. അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ എൻ്റെ ഈ ജോലിക്കാരും വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ്, എടാ അവൾ പോവുകയാണല്ലോ, അവൾ ഇങ്ങനെ ജോലി കിട്ടി പോവുകയാണല്ലോ, നിൻ്റെ കാര്യമൊക്കെ എന്തായെന്ന് അച്ഛൻ ചോദിച്ചെന്ന്. അവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേച്ചി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന്. അച്ഛൻ പള്ളി വന്നപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നിൻ്റെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മകളെ എന്ന്. അച്ഛൻ എനിക്ക് വേണ്ടി ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥനാ ജീവിതം, ഞാൻ വചനങ്ങൾ എഴുതും. എനിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ആളുകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും എനിക്ക് കിട്ടി. എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. എൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അച്ഛൻ്റെ പ്രാർത്ഥനകൾ, ഡെയിലി ബ്രെഡ്, ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ അവസരം, ആരെങ്കിലും എന്നോടൊരു രോഗം പറഞ്ഞാൽ ഞാൻ ആ രോഗം ഒരു ദുരിതമായിട്ട് കേട്ടോണ്ടിരിക്കാറില്ല. ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞാൽ മതി. നിങ്ങൾ മനുഷ്യരോട് ഈ പറഞ്ഞു നടക്കുന്ന സമയത്ത് നിങ്ങളത് ദൈവത്തോട് പറ, പരിശുദ്ധ അമ്മയോട് പറ, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിലെ ഡിവോഴ്സിൻ്റെ കേസുകൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതെന്നോട് ചോദിച്ച്, ചേച്ചി എന്താ ഒന്നും റിപ്ലൈ പറയാത്തതെന്ന്. ഞാൻ പറയും, ഞാനല്ല അതിന് സംസാരിക്കേണ്ടത്. ഞാൻ അത് കേട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു മറുപടി തന്നതുകൊണ്ട് അതിനൊരു പരിഹാരമില്ല. നിങ്ങളത് ദൈവത്തോട് പറയുവാണെങ്കിൽ ദൈവം അതവിടെ എഴുതി ചേർക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ പറയും. അതേപോലെ രോഗികൾ പറയുമ്പോഴും ഞാൻ ആദ്യം ഇതാ പറയുക, നിങ്ങൾ കൃപാസനത്തിൽ പോയായിരുന്നോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരില്ല, ഉടമ്പടി എടുത്തിട്ടില്ല, പത്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, പത്രം കിട്ടിയിട്ട് അത് അറിവ് നമുക്ക് ദൈവം തന്ന ഒരു മെസ്സേജാണ്. അപ്പം നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ മാറിയവർ എന്നോട് പറയും, സാക്ഷ്യം പറയാമെന്ന് പറയും. ഉടമ്പടി എടുത്തവരുണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ ഭർത്താവ് വിദേശത്ത് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുക. പിന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ ഈ ചേട്ടത്തിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ചേട്ടത്തി നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടത്തി എൻ്റെ നിയോഗം വെച്ചിട്ട് മാതാവിനോട്, മാതാവേ അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നതല്ലേ, മാതാവ് കാത്തുവെക്കണേ, അവളെ നോക്കിയേക്കണേ എന്നൊക്കെ ചേട്ടത്തി പറയും മാതാവിനോട്. അങ്ങനെ ഞങ്ങൾ മാതാവിനോടും ഈശോയോടുമാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഞാൻ ഒരു അനാവശ്യ ടോക്കുകൾക്ക് ഇരിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കോ അധികം സമയം ഇതാക്കാറില്ല. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഉടമ്പടി പ്രാർത്ഥന എവിടെ പോയാലും മുടക്കാറില്ല. എത്ര നേരത്തെ എവിടെ പോകണം, രാവിലെ തന്നെ എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റില്ലെങ്കിൽ അത് ഇടസമയത്ത് അത് കേട്ട് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടും. അച്ഛൻ എപ്പോഴും ഞാൻ വിഷമസന്ധിയിൽ അച്ഛൻ്റെ ഇത് ഓപ്പൺ ചെയ്താൽ അച്ഛൻ അതിനകത്ത് എനിക്കുള്ള മെസ്സേജ് അതിനകത്ത് ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും അത് ശരിയാണല്ലോ, എന്താ ഞാൻ അങ്ങനെ ചിന്തിക്കാതിരുന്നത്, അച്ഛൻ പറഞ്ഞപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്കൊരു മെസ്സേജ് അച്ഛനിലൂടെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും എന്നോട് മാതാവ്, എനിക്ക് നേരിട്ട് കാണാൻ പറ്റാത്തപ്പോഴൊക്കെ അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് പോകും. അപ്പോൾ ഒരിക്കൽ എനിക്ക് എന്നെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ അവരെന്നെ എവിടെയോ വിളിച്ചുകൊണ്ട് പോകുമ്പം അച്ഛൻ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്, നീ എവിടെ പോകുന്നു, നീ ഇവിടെ വാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അച്ഛൻ ഒരു പള്ളിയുടെ അകത്തേക്ക് ആക്കി തന്നിട്ട് അച്ഛൻ പോയി. അപ്പം ഞാൻ ഓർക്കും ഏതോ ഒരു അപകടം വരാനിരുന്നത് സ്വപ്നത്തിലൂടെ അച്ഛൻ വന്ന് എനിക്കത് മാറ്റി തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ്, നമ്മുടെ പേപ്പർ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 മാസം മുമ്പ് വേളാങ്കണ്ണി പോയിരുന്നു. അപ്പോൾ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ എല്ലാം കൊണ്ടേ കൊടുത്തിരുന്നു. ഒത്തിരി ആളുകൾക്ക് കൊടുക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അതേപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചു കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് പേപ്പറുകൾ വിതരണം ചെയ്യുക. പിന്നെ പൊതിച്ചോറ്, കൂടുതലും പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, വിശന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. പിന്നെ ഈ രോഗത്തിലൊക്കെ കഴിയുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
നമുക്ക് പൈസ ഇല്ലല്ലോ, 1000 രൂപയെങ്കിലും ഇല്ലാണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 200 രൂപയെങ്കിലും നമ്മൾ കൊടുത്തു നോക്ക് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് 2000-ൻ്റെ സഹായം വേറെ വഴിയിൽ നിന്ന് ഈശോ തരും. അതെൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. പലരും അങ്ങനെയാണ്, പൈസ ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ തന്ന കാര്യങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. ഈശോയോട് എപ്പോഴും പണ്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ വന്ന് അധികം നിയോഗമൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ ഈ ഒരു കാര്യം പറയാം, അമ്മ ഇന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ നോക്കിയിട്ടത് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ രോഗികൾക്ക്, പിന്നെ അതുപോലെ തന്നെ വിധവകൾ, അങ്ങനെയൊക്കെ കുറേയൊക്കെ എഴുതി വെക്കാറ്. അപ്പം മാതാവിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് തന്നതിന് എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നില്ല? നമ്മൾ നന്ദി പറയാതെ തരാത്തതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നന്ദി പറഞ്ഞു. ഇന്ന് തൊട്ട് നമ്മൾ തന്നതിന് നന്ദി പറഞ്ഞാൽ തരാൻ പോകുന്നത് ദൈവം അതിനേലും വലുതായിരിക്കും. അച്ഛൻ പറയുന്നത് പോലെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉടമ്പടിയിൽ നിലനിൽക്കേണ്ടത്. ഇതിന് ശേഷവും നമുക്ക് ദൈവം ഒരു ജീവിതമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. വാശിയും വൈരാഗ്യവും ദേഷ്യവും മറ്റുള്ളവരെ താഴ്ത്തി അങ്ങനെ നമ്മൾ ഉടമ്പടിയിലായ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക, ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ വചനങ്ങൾ എഴുതും. ഇപ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13, നിൻ്റെ ദൈവമായ കർത്താവായി ഞാനാണ് നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു. കാരണം ഞാൻ ഓർത്തു, ഞാൻ ആരുടെ കയ്യിലാണ് പിടിക്കണ്ടേ? ഈശോയുടെ എൻ്റെ അമ്മയുടെയും കയ്യിലല്ലേ പിടിക്കണ്ടേ? വേറെ ആരുടെ കയ്യിൽ പിടിച്ചാലും അവർ ആ കൈ കുടഞ്ഞു നമ്മളെ ഉന്തിയിട്ടിട്ട് പോകും. ആ വചനം അന്ന് കേട്ടിട്ട് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ അമ്മ ഒരു കാര്യങ്ങൾ വരാൻ പോകുമ്പോഴത്തേന് അമ്മ എനിക്കിങ്ങനെ മുൻകൂട്ടി പറഞ്ഞു തരും, ഇന്നതുപോലെ വരും, ഇന്നതുപോലെ. അത് കറക്റ്റായിരിക്കും. ഞാനത് വീട്ടിൽ പറയുകയും ചെയ്യും, ഇത് കറക്റ്റാണ്, ഇത് നടക്കും കേട്ടോ, ഇത് മാതാവ് പറഞ്ഞേക്കണ കാര്യമാണെന്ന് പറഞ്ഞിട്ട്. അല്ലാത്ത കാര്യം നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു മാതാവിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നോക്കും ഞാൻ, അപ്പോൾ മാതാവ് അനങ്ങത്തില്ല. വേറെ നല്ല എന്തെങ്കിലും നടക്കുന്ന നല്ല കാര്യമാണ് എന്നെ നോക്കി പുഞ്ചിരിക്കും. എനിക്കത് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവിന് അത് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന്. ഇപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും മാതാവിൻ്റെ മുഖത്ത് ആ പ്രസന്നത ഞാൻ കണ്ടതാണ്. അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം. വചനം എഴുതുക, വചനങ്ങൾ ഷെയർ ചെയ്യുക, പ്രാർത്ഥന ഷെയർ ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, പേപ്പർ കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കൽ കാര്യങ്ങളൊക്കെയാണ്. കുർബാന, നിത്യവും കുർബാന, എല്ലാ ദിവസവും അടുത്തുള്ള പള്ളികളിൽ പോയി കുർബാന കാണും. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. പള്ളികളിൽ പോകുമ്പോൾ എല്ലാ സെമിത്തേരിയും സന്ദർശിച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ മരണം വരെ, എൻ്റെ കുടുംബത്തിൻ്റെ മരണം വരെയും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നടക്കാനും തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ എനിക്ക് ഈശോ വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 39-ാം തിരുവചനം. ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രമ്യ സൈമൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടർച്ചയുള്ള ഒരു സാക്ഷ്യമാണ് രമ്യ ഇവിടെ ഏറ്റുപറഞ്ഞത്. സമയ ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ തൻ്റെ ഒരു വലിയ ജീവിത സാധ്യത തുറന്നുകൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യത്തേക്കാൾ കൂടുതൽ അമ്മ ഇടപെടുന്നതും ഈശോ തനിക്ക് എന്താണെന്നും ഉടമ്പടി തൻ്റെ ജീവിതത്തിൽ എന്താണെന്നുമൊക്കെ വളരെ ശക്തമായി ലോകത്തോട് വിളിച്ചു പറയുന്ന രമ്യയുടെ ഒരു സാക്ഷ്യമാണിത്. അമ്മയാണ് എനിക്ക് വേണ്ടി എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതും എൻ്റെ രഹസ്യത്തിൽ എൻ്റെ യേശുവിനോട് പറയുന്ന കാര്യങ്ങൾ ആരും കാണാതിരിക്കാൻ ഞാൻ മാസ്ക് ധരിച്ച് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ നോക്കി എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കണേ എന്ന് ഞാൻ വളരെ സൈലൻ്റായി പ്രാർത്ഥിച്ചു പോയി. നിമിഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു തരുന്നു. ഈശോ എന്നോടൊപ്പമുണ്ട്. ഞാൻ എവിടെ സഞ്ചരിച്ചാലും എൻ്റെ വീടിനകത്തും എപ്പോഴും ഒരാൾ കൂടെ നടക്കുന്ന ഒരു അനുഭവം. പരിശുദ്ധ അമ്മയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വലിയ കൃപ. സ്വപ്ന ദർശനങ്ങളിലൂടെയെല്ലാം ഈ മകൾക്ക് എപ്പോഴും ആവശ്യമുള്ള മെസ്സേജ് ഡെയിലി ബ്രെഡിലൂടെയും ഉടമ്പടി ധ്യാനത്തിലൂടെയും എപ്പോഴെല്ലാം അത് തുറക്കുന്നുവോ അപ്പോഴെല്ലാം പങ്കെടുക്കുമ്പോൾ തനിക്ക് ആവശ്യമായ മെസ്സേജുകൾ ലഭിക്കുന്നു. അങ്ങനെ എപ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുന്ന ജീവിതം ഒരു ലെവൽ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള
ഒരു സാക്ഷ്യമാണിത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് ദൈവം എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ പേര് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനും വറി ചെയ്യേണ്ട ആവശ്യമില്ല. രമ്യ പറയുന്നത് അത് തന്നെയാണ്. എനിക്കിപ്പോഴൊന്നിനും വറി ചെയ്യാൻ, ഞാൻ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാമാണോ ആത്മാക്കൾക്ക് ഈശോയെ കൊണ്ട് ആവശ്യം, അവരെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം കൃത്യമായി ദൈവകൽപ്പനകളോട് ചേർന്ന് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടി മകളെ സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു ട്വിങ്കിൾ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2026 ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഞാനൊരു BSc നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഈ ഒരു കോഴ്സ് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തതൊന്നുമല്ല. മമ്മിയുടെ പപ്പായുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമ്മ് തന്നെ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ തന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് മമ്മി ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി ഒരുപാട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. ആ സാക്ഷ്യം മമ്മി ഇവിടെ നിന്ന് പറഞ്ഞതുമാണ്. പിന്നീട് കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. ആ സമയത്താണ് എനിക്ക് 4th സെമ്മിൻ്റെ റിസൾട്ട് വന്നത്. അന്നേരം എനിക്കൊരു സബ്ജക്റ്റ് പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് ഞങ്ങൾക്ക് ബ്രേക്ക് സെം ആയിരുന്നു. ആ ഒരു 4th സെമ്മ് വരെ ക്ലിയറായി മാത്രം നമുക്ക് 5th സെമ്മിൻ്റെ എക്സാം എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. ആ സമയത്താണ് പിന്നെ ആ 6 months ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിരുന്നു സെം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഒരു സപ്ലി എക്സാമോ അങ്ങനെയൊന്നും നടത്തത്തില്ല. ഞങ്ങൾക്ക് ഇനി തൊട്ട് ജൂനിയേഴ്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 6 months ലാഗ് വരും എന്തുമായാലും. അപ്പം ഞാൻ ആ ഒരു 6 months എനിക്ക് വീണ്ടും പോയി. ഞാൻ 5th സെമ്മിൽ ഇരിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് 5th സെമ്മിൻ്റെ ബാച്ചിൻ്റെ കൂടെ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെയുള്ള പിള്ളേർ 5th സെമ്മിൻ്റെ എക്സാം എഴുതി. ഞാൻ എഴുതിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും 6 months കഴിഞ്ഞ് ഞങ്ങൾക്ക് 6th സെമ്മിൻ്റെ എക്സാം വന്നു. യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ നമുക്ക് 6th സെം എഴുതാം, 4th സെമ്മാണ് നമുക്ക് ബ്രേക്ക് സെം. അപ്പം ഞാൻ 4th സെം എഴുതിയില്ല, 5th എഴുതിയില്ല, 6th സെമ്മിൻ്റെ എഴുതി. എനിക്ക് പാസ്സായി, ഞാൻ കിട്ടി. പക്ഷെ അപ്പോഴും എനിക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. 4th ഉം 5th ഉം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 4th സെമ്മിൻ്റെ എക്സാമും വരുന്നില്ല. ഞങ്ങളുടെ ജൂനിയേഴ്സിനൂടെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും എനിക്ക് ഇത്രയും ലാഗായിട്ട് വരിക. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മമ്മി സ്റ്റിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു, വീട്ടിൽ ചെന്നു. ഒക്ടോബർ ആദ്യം തന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എല്ലാം ഞങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഡേറ്റ് വന്നു. ഞാൻ 4th സെം എഴുതി. എനിക്ക് നെക്സ്റ്റ് മന്ത് തന്നെ എൻ്റെ റിസൾട്ട് വന്നു. അത് പാസ്സായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് December 1 എനിക്ക് 5th എക്സാം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ 4th എനിക്ക് കിട്ടായിരുന്നതുകൊണ്ട് ഞാൻ 5th നോക്കിയിട്ടില്ല. പിന്നെ അങ്ങോട്ടുള്ള ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആ ഒരൊറ്റ മാസം കൊണ്ട് നോക്കി. ആ 2 സബ്ജക്റ്റും ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും എനിക്ക് തന്നെ എഴുതാനുള്ള ഒരു ഇത് എനിക്ക് ആ എക്സാം ടൈമിൽ എനിക്കറിയത്തില്ല, എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഴുതി. എക്സാം ടൈമിൽ അത് എല്ലാ എക്സാമിനും ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് തൈലം നെറ്റി കുരിശ് വരച്ച്, അതുപോലെ തന്നെ കയ്യിലും കുരിശ് വരച്ച്, ലോക്കറ്റ് ഷർട്ടിൽ പിൻ ചെയ്തും തേൻ കുടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സാം തൊട്ട് മുമ്പായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന പഠിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് എനിക്ക് നെക്സ്റ്റ് മന്ത് എനിക്ക് 5th റിസൾട്ടും വന്നു. 5th എനിക്ക് പാസ്സായി. അത് കഴിഞ്ഞ് എനിക്കപ്പം എഴുതാനുണ്ടായിരുന്നത് 4th ഉം 5th ആയിരുന്നു. 6th ഞാൻ എഴുതി. ഇത് 3 കഴിഞ്ഞു. ഇനി എനിക്ക് 7th ഉണ്ട്. ആ സമയത്ത് എൻ്റെ ബാച്ചിൻ്റെ 7th എൻ്റെ ബാച്ചിലെ പിള്ളേർ 7th എഴുതി കഴിഞ്ഞിരുന്നു. അവർക്ക് ഇനി 8th ഉള്ളൂ. ഒരു മാസമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ എൻ്റെ ബാച്ച് പഠിച്ചിറങ്ങാൻ. ഞാൻ എക്സാം എഴുതിയിട്ടില്ല. സ്റ്റിൽ അന്നേരം അങ്ങനെ നിൽക്കുക. നെക്സ്റ്റ് പിന്നെ ജാനുവരിയിൽ എൻ്റെ എക്സാം ഡേറ്റ് വന്നു. ഞാൻ എക്സാം എഴുതി. ആ എക്സാമിന് കണ്ടീഷൻസാണ് കൂടുതലും. ഗൈനക്കോളജിയാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് മാക്സിമം പഠിച്ചു. ഒറ്റ മാസം കൊണ്ടാണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചു. ക്വസ്റ്റ്യൻ വന്നു. കണ്ടീഷൻസ് ഒന്നുമല്ല, ചൈൽഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ മാറ്റും, പക്ഷെ മാറ്റിയില്ല. അവസാന നിമിഷം ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുമെന്ന് വിചാരിച്ചു. എനിക്കാകെ 4 പോയിൻറ്റ്സേ അറിയത്തുള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെ എഴുതിയാൽ പോലും പാസ്സാവത്തില്ല.
ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ പാസ്സാവാനുള്ള മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് എസ്സേ അറിയത്തില്ല. എനിക്കറിയാവുന്നത് എഴുതി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെയുള്ള പിള്ളേർ എഴുതുന്നുണ്ട്, ഫുൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴും എനിക്ക് ഇനിയും പേപ്പർ എഴുതാനുണ്ട്, എനിക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, സമയമില്ല. എന്നിട്ടും എനിക്ക് ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഉപ്പ് എൻ്റെ പേനയുടെ ക്യാപ്പിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ട് പോയിരുന്നു. ആ ഉപ്പ് ഞാൻ തുറന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുമായിരുന്നു, പ്രാർത്ഥിക്കും. അതല്ലാതെ എനിക്ക് ആ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കറിയാവുന്ന ഞാൻ എഴുതി ഇറങ്ങി. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും എഴുതാനുള്ള കരയണോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എക്സാമെല്ലാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ 8th എക്സാം എൻ്റെ ബാച്ച് ഉള്ള കുട്ടികളെ എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുക. എനിക്ക് ഈ എക്സാം എഴുതിയതേ ഉള്ളൂ, എനിക്കിതിൻ്റെ റിസൾട്ട് വരണം. റിസൾട്ട് വരാൻ 1 മാസമെങ്കിലും എടുക്കും. എനിക്ക് സമയമില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൻ്റെ എക്സാം നീട്ടിവെച്ചു. ഞാൻ അത്രയും പ്രാർത്ഥിച്ചു, എക്സാം നീട്ടിവെച്ചു. ഇതുപോലെ ഞാൻ ക്ലിനിക്സിൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എൻ്റെ കൂടെ ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും മാഡംസ് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ഞങ്ങളുടെ ചോദിക്കുമ്പോഴും കൂടെയുള്ള പിള്ളേർ ഡയഗ്രാം വരച്ച് എഴുതുകയും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ആകെ എനിക്ക് അറിയാവുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഡയഗ്രാം വരച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്നത് മാത്രം ഞാൻ എഴുതി വെച്ചു. റിസൾട്ട് വന്നു. ഈ പറഞ്ഞ കുട്ടികൾ ഫുൾ പേപ്പർ എഴുതിയില്ല. എനിക്ക് പേപ്പർ ഇനിയും എഴുതാനുണ്ടായിരുന്നു, ഡയഗ്രാം വരച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. റിസൾട്ട് വന്നപ്പോൾ അവരെക്കാളും നല്ല മാർക്കോടുകൂടിയാണ് എൻ്റെ മാതാവ് പാസ്സാക്കിയത്. ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഞാൻ പ്രാർത്ഥിച്ച ഒന്നേ ഉള്ളൂ, മാതാവ് ഗ്രാജുവേഷൻ തുടങ്ങുമ്പോൾ ഗ്രാജുവേഷൻ ആകുമ്പോൾ എനിക്ക് എൻ്റെ ബാച്ചിൻ്റെ കൂടെ എനിക്ക് ഇറങ്ങാൻ പറ്റണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ മാതാവ് എൻ്റെ 8th സെമ്മിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ബാച്ചിൻ്റെ കൂടെ എനിക്ക് എഴുതാനും പറ്റി, അതും പാസ്സായി. നല്ല റിസൾട്ട് വന്നു. എനിക്ക് ഗ്രാജുവേഷനാണ് നെക്സ്റ്റ് മന്ത്. അതിനുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അമ്മ മാതാവിന് ഒരു കോടാനുകോയിരം നന്ദി. ഞാൻ പത്രം ഇവിടുന്ന് ഉടമ്പടി ഞാൻ എടുത്തത് എക്സാം കഴിഞ്ഞ് 7th സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പത്രമാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഓട്ടോ ഒക്കെ ഓടിക്കുന്ന അങ്കിൾമാർക്കാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ മടിയായിരുന്നു, പിന്നെ അത് പയ്യെ കൊടുത്തു തുടങ്ങി. പിന്നെ ഈ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇല്ലാത്തവർക്കൊക്കെ ഞാനും അമ്മയും ചേർന്ന് പോയി ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അനാഥാലയത്തിൽ പറ്റുന്ന വിധത്തിൽ പൈസയൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കാണാൻ തുടങ്ങി. ഇപ്പം ഈ ധ്യാനമൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്യാനും അതൊക്കെ ആദ്യം മുമ്പ് അതൊക്കെ ഭയങ്കര പാടായിരുന്നല്ല, ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം ഇതിന് ശേഷം ഇതെല്ലാം ചെയ്യാനും തുടങ്ങി. ഇപ്പം ഹെൽപ്പിംഗ് ആണെങ്കിലും എല്ലാം നല്ലപോലെ ചെയ്യാനുള്ള എനിക്ക് അമ്മ മാതാവ് തന്നു. എൻ്റെ പേര് ലിസി ടൈറ്റസ്. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ മോളാണ് മരിയ. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. വീണ്ടും ഈ പുണ്യ അൾത്താരയിൽ എന്നെ വീണ്ടും നിർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് 2ാമതായി കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഒരു വെൽ റെപ്യൂട്ടഡ് സ്കൂളിൻ്റെ ഒരു സബ് സെൻറ്ററിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ. അപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നമുക്കിപ്പോൾ അറിയാമല്ലോ, കോമ്പറ്റീഷനാണ് എല്ലാ സ്കൂൾസും തമ്മിൽ. അപ്പം ഒരു CBSE സ്കൂൾസ് ആയാലും എല്ലാ സ്കൂൾസും കോമ്പറ്റീഷനാണ്. ഞാൻ അവിടെ ഒരു സെൻറ്റർ LKG till 4th സ്റ്റാൻഡേർഡ് വരെ ഒരു CBSE സ്കൂളാണ്. അപ്പം അവിടെ അഡ്മിഷൻസ് കുറച്ച് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അഡ്മിഷൻ ഇല്ലെങ്കിൽ സ്കൂൾ മുമ്പോട്ട് പോവുക ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കറും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിൽ നിയോഗത്തിൽ വെച്ചിട്ട് ഞാൻ മാതാവിനോട് ഒന്ന് മാത്രമേ അപേക്ഷിച്ചിരുന്നുള്ളൂ. ഒരു സ്ട്രെങ്ത് ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു. ആ സ്ട്രെങ്ത് എന്നെ അമ്മ അനുഗ്രഹിക്കണമെന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി ഞാൻ വെളിയിലിറങ്ങുമ്പോൾ ബസ്സിൽ കയറിയിട്ട് ഫസ്റ്റ് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് മഴവില്ലാണ്. ആ മഴവില്ല് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷേ ആ വർഷം എനിക്ക് ഞാൻ എഴുതിയിരുന്ന സ്ട്രെങ്തിൽ നിന്നും കൂടുതൽ അഡ്മിഷൻ തന്ന് എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അത് ശരിക്കും ഒരു ട്രസ്റ്റിൻ്റെ സ്കൂളാണ്. അതിനകത്ത് എല്ലാ മെമ്പേഴ്സും തന്നെ നോൺ ക്രിസ്ത്യനാണ്.
ഞാൻ അഡ്മിഷൻ്റെ കാര്യം അവിടെ സാറിനോട് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ. അതിനാൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു മേടിച്ചിട്ട് പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ അവിടെ ചെന്ന് കയറുമ്പം എത്ര പേരൻസ് എന്നെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും ഞാനൊന്നും വഹിക്കാറില്ല. ഞാൻ ഡയറക്റ്റ് കയറി മാതാവിനെ തൊട്ട് വണങ്ങിയതിന് ശേഷമേ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളൂ. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗം ഒരിക്കലും നിഷേധിക്കാത്ത നമ്മുടെ അമ്മ ഒന്ന് അറിഞ്ഞ് സ്നേഹിച്ചപ്പോൾ എൻ്റെ മോളെ എത്രത്തോളം ഉയർത്തി. ദാറ്റ് മീൻസ് 0 മെറിറ്റിൽ നിന്നുമാണ് അവളെ ഇന്ന് ഇങ്ങനെ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ ഡിസംബർ 7 വിത്തിൻ 3 months കൊണ്ട് അവൾ ആ 3 സെംസ് അല്ല, ഞാൻ മാതാവിൻ്റെ അടുത്ത് ആ സമയത്ത് അപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മോളിലെ ബാച്ചിൻ്റെ കൂടെ ഗ്രാജുവേഷൻ നടത്താൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന്. പക്ഷേ അമ്മയൊന്ന് അറിഞ്ഞ് ഞാൻ സ്നേഹിച്ചപ്പം അമ്മ ഒരിക്കലും സ്വർഗം നിഷേധിക്കാത്ത എൻ്റെ അമ്മ എൻ്റെ മോൾക്ക് ലാസ്റ്റ് എക്സാം, പ്രാക്ടിക്കൽ എക്സാം അവളുടെ ബാച്ചിൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ എക്സാം എഴുതി ഇന്നലെ അവൾക്ക് റിസൾട്ട് വന്ന് അവൾ പാസ്സാണ്. ഇനി ഗ്രാജുവേഷനിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ സില്ലി മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അന്ന് ദിവ്യബലി, ദാറ്റ് മീൻസ് ഞായറാഴ്ച അല്ല ഡെയിലി മാസിന് പോകാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ഡെയിലി മാസ് പോകുന്നുണ്ട്. പിന്നെ ജപമാല മുമ്പ് പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് 2 ജപമാലയെങ്കിലും ഒരു ദിവസം കുറഞ്ഞത് 2 പഠിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബൈബിൾ. ഞാൻ ജപമാല പഠിക്കും, രാത്രിയിൽ കുടുംബ പ്രാർത്ഥന പഠിക്കുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുന്നത് റെയറാണ്. പക്ഷേ റെയറാണെങ്കിലും അതെടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ചെറിയ ഒരു പാര മാത്രം നോക്കി വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിച്ച് ഞാൻ അരമണിക്കൂർ ബൈബിൾ ഡെയിലി വായിക്കാറുണ്ട്. എവിടെ ഞാൻ ട്രാവലിംഗ് പോയാൽ പോലും എൻ്റെ ഫോണിൽ നിന്ന് ഞാനത് കേൾക്കില്ല, പക്ഷെ അത് ഫോണിലൂടെ വായിക്കും. അത്രയും വലിയ ആത്മീയമായി ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് ഞാൻ 2022 ഞാൻ ഉടമ്പടി എടുത്തത്. സ്റ്റിൽ ഞാൻ ഉടമ്പടിയിലാണ്. ഈ ഇത്രയും വർഷവും ഞാൻ പത്രം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമേ ഞാൻ വരാറുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും ഞാൻ വന്ന് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോൾ ഞാൻ കൂടുതലും അക്രൈസ്തവർക്കാണ് കൊടുക്കാറുള്ളത്. പലപ്പോഴും പലരും നിഷേധിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് ലേറ്റർ ഞാൻ അത് വിചാരിക്കുന്നത് ഒരു വിശ്വാസ പ്രമാണം കൂടെ കൂടുതൽ പഠിക്കാമല്ലോ എന്ന് കരുതി ഞാനത് വീണ്ടും വിശ്വാസ പ്രമാണം പഠിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്തൊരു 250 കാർഡ്സ് ഞാൻ എൻ്റെ മോളുടെ കാര്യം പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ അവിടെ അഭയകേന്ദ്രം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിനടുത്ത് കൊല്ലത്തുണ്ട്. അവിടെ ഞാൻ ഡെയിലി അവർക്ക് വേണ്ട ഒരു കാര്യം അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ഞാൻ എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് പൈസ കൊടുക്കും. പിന്നെ ഭക്ഷണം ഞാൻ പൊതിച്ചോറ് വാങ്ങി കൊടുക്കുമായിരുന്നു ആദ്യം. പിന്നീട് എനിക്ക് ഇങ്ങനെ ഈ 4th സ്റ്റമക്ക് ഇങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. ഞാൻ ഈ വാങ്ങിക്കൊടുക്കുന്നതിന് നല്ലത് എൻ്റെ കൈകൾ കൊണ്ട് എത്ര കടകൾ കുറവാണെങ്കിൽ ശരി തന്നെ അത് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം പൊതിഞ്ഞ് ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുത്ത് ഭിക്ഷ യാചിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. എങ്ങനെയാണ് ലിസി ടൈറ്റസും മരിയ ട്വിങ്കിൾ എന്ന മകളും മരിയയുടെ ജീവിതത്തിൽ അമ്മയുടെ ഉടമ്പടിയിലൂടെ തുടങ്ങിയ പ്രാർത്ഥനകൾ പിന്നീട് ആ മകൾ തന്നെ ഉടമ്പടിയെടുത്ത് എത്ര എക്സാം തനിക്ക് ലാഗിങ് ആയിരുന്നു എന്നും എങ്ങനെ തൻ്റെ ബാച്ചിനോടൊപ്പം ഇപ്പോൾ ഗ്രാജുവേഷന് ആ മകളെ അർഹയാക്കി മാതാവ് സമ്മാനം നൽകി എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. മരിയ ഇന്ന് എത്രമാത്രമാണ് തൻ്റെ ഉടമ്പടിയോട് കൂറു പുലർത്തുന്നത്, എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നതെന്ന് നാം കേട്ടു. അതുപോലെ തന്നെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ
ലിസിക്ക് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ സാന്നിധ്യമായി, അതായത് സുഗന്ധാഭിഷേകമോ മഴവില്ലോ അമ്മയുടെ പല സ്വരമോ ഒക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ ഓരോ വ്യക്തികളെയും തൻ്റെ കരുതൽ അവർക്ക് തോന്നിക്കുമാറ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവരോട് പറയുമാറ് അമ്മ എങ്ങനെ സാന്നിധ്യം തരുന്നു. അങ്ങനെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ അമ്മയ്ക്ക് വേണ്ടി ഈ മകള് ധൈര്യത്തോടെ മുമ്പോട്ട് വരുമ്പോൾ അമ്മയെ വണങ്ങിയിട്ടേ ഞാൻ ഒരു നോൺ കാത്തലിക് സ്കൂളിൽ അമ്മയുടെ രൂപം വെച്ച് അമ്മയെ വണങ്ങിയിട്ടേ ഞാൻ അവിടെ എൻ്റെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാറുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ധൈര്യസമേതം ഈ മകൾ അതിനുവേണ്ടിയൊക്കെ നിലകൊള്ളുമ്പോൾ തീർച്ചയായും അവിടെയൊക്കെ കരച്ചിൽ നിർത്തൂ, നിൻ്റെ വിലാപദിനങ്ങൾ അവസാനിക്കാറായി, നിനക്ക് പ്രതിഫലം തരുന്ന കർത്താവ് ഞാനാണെന്ന് തിരുവചനം അരുളി ചെയ്യുന്നു. നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും